യോശുവ അധ്യായം 10 ബൈബിൾ ക്വിസ്. യോശുവ ഏതു പട്ടണം പിടിച്ചു നിർമൂലമാക്കിയെന്നാണ് യെരുശലേം രാജാവായ അദോനിസേദെക്ക് രാജാവ് കേട്ടത്. യോശുവ ഹായി പട്ടണം പിടിച്ചു നിർമൂലമാക്കി എന്ന്. യോശുവ യെരിഹോവിനോടും അതിൻ്റെ രാജാവിനോടും ചെയ്തതുപോലെ ഏത് പട്ടണത്തോടും അതിൻ്റെ രാജാവിനോടും ചെയ്തു എന്നാണ് അദോനിസേദെക്ക് രാജാവ് കേട്ടത്. ഹായിയോടും അതിൻ്റെ രാജാവിനോടും. ഏത് നിവാസികൾ ഇസ്രയേലിനോട് സഖ്യത ചെയ്ത് അവരുടെ കൂട്ടത്തിലായി എന്നാണ് അദോനിസേദെക്ക് രാജാവ് കേട്ടത്. ഗിബിയോൻ നിവാസികൾ ഇസ്രയേലിനോട് സഖ്യത ചെയ്ത് അവരുടെ കൂട്ടത്തിലായി എന്ന്. ഗിബിയോനെ എങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു? രാജനഗരങ്ങളിൽ ഒന്നുപോലെ വലിയൊരു പട്ടണം. ഗിബെയോൻ ഏത് പട്ടണത്തേക്കാൾ വലുതായിരുന്നു? ഹായിയേക്കാൾ വലിയത്. ഗിബെയോനിലെ പുരുഷന്മാർ എല്ലാവരും എങ്ങനെയുള്ള ആളുകളായിരുന്നു? ഗിബെയോനിലെ പുരുഷന്മാർ എല്ലാവരും പരാക്രമശാലികളായിരുന്നു. ഗിബെയോൻ നിവാസികൾ ഇസ്രയേലിനോട് സഖ്യത ചെയ്ത് അവരുടെ കൂട്ടത്തിലായി എന്ന് യെരുശലേം രാജാവ് കേട്ടപ്പോൾ അവർ ഏറ്റവും ഭയപ്പെട്ടുവെന്ന് പറയപ്പെടുന്നത് എന്തുകൊണ്ട്? ഗിബെയോൻ രാജനഗരങ്ങളിൽ ഒന്നുപോലെ വലിയൊരു പട്ടണവും ഹായിയേക്കാൾ വലിയതും അവിടുത്തെ പുരുഷന്മാർ എല്ലാവരും പരാക്രമശാലികളും ആയിരുന്നതുകൊണ്ട്. അദോനിസേദെക്ക് എത്ര രാജാക്കന്മാരുടെ അടുക്കൽ ആളയച്ചു? ഹെബ്രോൻ രാജാവായ ഹോഹാമിൻ്റെയും യർമൂത്ത് രാജാവായ പീരാമിൻ്റെയും ലാഖീഷ് രാജാവായ യാഹിയയുടെയും എഗ്ലോൻ രാജാവായ ദെബീരിൻ്റെയും. ഗിബെയോനെ നശിപ്പിക്കേണ്ടതിന് എന്നെ സഹായിപ്പീൻ എന്ന് അമ്മോരി രാജാക്കന്മാരോട് അദോനിസേദെക്ക് പറയിച്ചതെന്തുകൊണ്ട്? ഗിബെയോൻ യോശുവയോടും ഇസ്രയേൽ മക്കളോടും സഖ്യത ചെയ്തതുകൊണ്ട്. അമ്മോരി രാജാക്കന്മാരിൽ ആരാണ് ഗിബെയോൻ യോശുവയോടും ഇസ്രയേൽ മക്കളോടും സഖ്യത ചെയ്തതുകൊണ്ട് നാം അതിനെ നശിപ്പിക്കേണ്ടതിന് എന്നെ സഹായിപ്പീൻ എന്ന് അമ്മോരി രാജാക്കന്മാരോട് പറയിച്ചത്? യെരുശലേം രാജാവായ അദോനിസേദെക്ക്. ഗിബെയോന്റെ മുമ്പിൽ പാളയമിറങ്ങി അതിനെതിരെ യുദ്ധം ചെയ്തത് ആരെല്ലാമാണ്? യെരുശലേം രാജാവ്, ഹെബ്രോൻ രാജാവ്, യർമൂത്ത് രാജാവ്, ലാഖീഷ് രാജാവ്, എഗ്ലോൻ രാജാവ് എന്നീ 5 അമ്മോര്യ രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളൊക്കെയും. അമ്മോര്യരുടെ 5 രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളൊക്കെയും എവിടെ പാളയമിറങ്ങി അതിനോട് യുദ്ധം ചെയ്തു? ഗിബെയോന് നേരെ പാളയമിറങ്ങി അതിനോട് യുദ്ധം ചെയ്തു. ഗിബെയോൻ നിവാസികൾ ആരുടെ അടുക്കൽ ആളയച്ചാണ് അടിയങ്ങളെ കൈവിടാതെ വേഗം ഞങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചത്? യോശുവയോട്. ഗിബെയോന്യർ ഗിൽഗാലിൽ പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കൽ ആളയച്ച് പറയിച്ചതെന്ത്? അടിയങ്ങളെ കൈവിടാതെ വേഗം ഞങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ. പർവ്വതങ്ങളിൽ പാർക്കുന്ന അമ്മോര്യ രാജാക്കന്മാരൊക്കെയും ഞങ്ങൾക്ക് വിരോധമായി ഒന്നിച്ചു കൂടിയിരിക്കുന്നുവെന്ന് പറയിച്ചു. ഗിൽഗാലിൽ നിന്ന് യോശുവയോടൊപ്പം യുദ്ധം ചെയ്യാൻ ആരെല്ലാമാണ് പുറപ്പെട്ടത്? യോശുവയും പടജ്ജനം ഒക്കെയും സകല പരാക്രമശാലികളും ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു.
യോശുവയും പടജ്ജനം ഒക്കെയും സകല പരാക്രമശാലികളും ഗിൽഗാലിൽ നിന്ന് ഗിബെയോനിലേക്ക് പുറപ്പെട്ടപ്പോൾ യഹോവ യോശുവയ്ക്ക് എന്ത് ഉറപ്പ് നൽകി? അവരെ ഭയപ്പെടരുത്, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, അവരിൽ ഒരുത്തനും നിന്റെ മുമ്പിൽ നിൽക്കയില്ല എന്ന് അരുളി ചെയ്തു. ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് അമ്മോര്യർക്ക് നേരെ നടക്കാൻ യോശുവ എത്ര സമയമെടുത്തു? രാത്രി മുഴുവനും. ഗിബെയോനിൽ വെച്ച് അവരെ കഠിനമായി തോൽപ്പിച്ചതെങ്ങനെ? യഹോവ അവരെ ഇസ്രായേലിന്റെ മുമ്പിൽ കുഴക്കി. ഇസ്രായേൽ അവരെ ഓടിച്ചു വെട്ടിയത് എവിടെ വെച്ച്? ബെത്ത്ഹോരോനിലേക്കുള്ള കയറ്റം വഴിയായി അവരെ ഓടിച്ച് അസേക്ക വരെയും മക്കേദ വരെയും അവരെ വെട്ടി. അങ്ങനെ അവർ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഓടിയപ്പോൾ ബെത്ത്ഹോരോൻ ഇറക്കത്തിൽ വെച്ച് അസേക്ക വരെ യഹോവ ആകാശത്തിൽ നിന്ന് എന്താണ് അവരുടെ മേൽ പെയ്യിച്ച് അവരെ കൊന്നത്? വലിയ കല്ല്. ഇസ്രായേൽ മക്കൾ വാൾ കൊണ്ട് കൊന്നവരേക്കാൾ എന്താൽ മരിച്ചുപോയവർ അധികം ആയിരുന്നു. കൽമഴയാൽ മരിച്ചുപോയവർ അധികം ആയിരുന്നു. യഹോവ അമ്മോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ച് ഇസ്രായേൽ മക്കൾ കേൾക്കെ പറഞ്ഞതെന്ത്? സൂര്യ, നീ ഗിബെയോനിലും ചന്ദ്ര, നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. സൂര്യനും ചന്ദ്രനും എത്ര നേരം നിശ്ചലമായി നിന്നു. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം. സൂര്യൻ ആകാശമധ്യേ എത്ര നേരം അസ്തമിക്കാതെ നിന്നു. ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. സൂര്യനും ചന്ദ്രനും നിശ്ചലമായി നിന്നതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന മറ്റൊരു പുസ്തകം ഏതാണ്? ശൂരന്മാരുടെ പുസ്തകം. ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. ഏത് ദിവസം പോലെ? യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം. ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത് ആർ തന്നെയായിരുന്നു? യഹോവ തന്നെ ആയിരുന്നു. അനന്തരം യോശുവയും ഇസ്രായേലൊക്കെയും എവിടേക്ക് മടങ്ങി വന്നു? ഗിൽഗാലിൽ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അമ്മോര്യരായ 5 രാജാക്കന്മാർ ഓടി എന്ത് ചെയ്തു? മക്കേദയിലെ ഗുഹയിൽ ചെന്ന് ഒളിച്ചു. രാജാക്കന്മാർ 5 മക്കേദയിലെ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നതായി കണ്ടു എന്ന് യോശുവയ്ക്ക് അറിവ് കിട്ടിയപ്പോൾ യോശുവ എന്താണ് ചെയ്യാൻ കൽപ്പിച്ചത്? ഗുഹയുടെ ദ്വാരത്തിങ്കൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ച് അവരെ കാക്കേണ്ടതിന് അവിടെ ആളെ ആക്കുവിൻ എന്ന് പറഞ്ഞു. രാജാക്കന്മാർ ഒളിച്ചിരിക്കുന്ന ഗുഹയുടെ ദ്വാരത്തിങ്കൽ
വലിയ കല്ലുകൾ ഉരുട്ടി വെച്ച് അവരെ കാക്കേണ്ടതിന് അവിടെ ആളെ ആക്കുവിൻ എന്ന് പറഞ്ഞ ശേഷം യോശുവ ഇസ്രായേൽ സൈന്യത്തോട് എന്ത് ചെയ്യാൻ കൽപ്പിച്ചു. നിങ്ങൾ നിൽക്കാതെ ശത്രുക്കളെ പിന്തുടർന്ന് അവരുടെ പിൻപടയെ സംഹരിപ്പീൻ എന്ന് പറഞ്ഞു. എവിടെ ശത്രുക്കളെ കടപ്പാൻ സമ്മതിക്കരുതെന്ന് യോശുവ കൽപ്പിച്ചു. പട്ടണങ്ങളിൽ ശത്രുക്കളെ ഇസ്രായേലി സൈന്യത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് ആരാണെന്നാണ് യോശുവ ജനത്തോട് പറഞ്ഞത്. അവരുടെ ദൈവമായ യഹോവ. യോശുവയും ഇസ്രായേൽ മക്കളും അമ്മോര്യർ ഒടുങ്ങും വരെ ഒരു മഹാസംഹാരം നടത്തിക്കഴിഞ്ഞപ്പോൾ ശേഷിച്ച ശത്രുക്കൾ എവിടെ ശരണം പ്രാപിച്ചു? ഉറപ്പുള്ള പട്ടണങ്ങളിൽ ശരണം പ്രാപിച്ചു. അമ്മോര്യരുമായുള്ള യുദ്ധം അവസാനിച്ചതിന് ശേഷം എല്ലാ ജനമൊക്കെയും സമാധാനത്തോടെ എവിടെ മടങ്ങി വന്നു? മക്കേദയിലെ പാളയത്തിൽ യോശുവയുടെ അടുക്കൽ മടങ്ങി വന്നു. മക്കേദയിലെ ഗുഹയുടെ ദ്വാരത്തെ തുറന്ന് ആരെയാണ് തൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ യോശുവ കൽപ്പിച്ചത്? രാജാക്കന്മാരെ 5 രാജാക്കന്മാരെ യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ തന്നോടുകൂടെ പോയ പടജനത്തിൻ്റെ അധിപതിമാരോട് യോശുവ എന്ത് നിർദ്ദേശങ്ങളാണ് നൽകിയത്? അടുത്തു വന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽ വെപ്പീൻ എന്ന് പറഞ്ഞു. യഹോവ സകല ശത്രുക്കളോടും എന്തു ചെയ്യുമെന്ന് യോശുവ ജനത്തോട് പറഞ്ഞു. അവർ യുദ്ധം ചെയ്യുന്ന സകല ശത്രുക്കളോടും യഹോവ ഇങ്ങനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. യോശുവ 5 രാജാക്കന്മാരോട് എന്ത് ചെയ്തു? യോശുവ അവരെ വെട്ടിക്കൊന്ന് 5 മരത്തിന്മേൽ തൂക്കി. രാജാക്കന്മാർ എത്ര നേരം മരത്തിൽ തൂങ്ങിക്കിടന്നു? സന്ധ്യ വരെ. രാജാക്കന്മാരെ താഴെ ഇറക്കാൻ യോശുവ എപ്പോൾ കൽപ്പിച്ചു? സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്. യോശുവയുടെ കൽപ്പനപ്രകാരം 5 രാജാക്കന്മാരോട് ചെയ്തതെന്ത്? അവരെ മരത്തിൽ നിന്ന് ഇറക്കി അവർ ഒളിച്ചിരുന്ന ഗുഹയിൽ ഇട്ടു. ഗുഹയുടെ ദ്വാരത്തിങ്കൽ വലിയ കല്ല് ഉരുട്ടി വെച്ചു. യോശുവ മക്കേദയോടും അതിലെ രാജാവിനോടും അവിടെയുള്ള എല്ലാവരോടും എന്തു ചെയ്തു? യോശുവ മക്കേദ പിടിച്ച് വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അതിനെയും അതിൻ്റെ രാജാവിനെയും അവിടെയുള്ള എല്ലാവരെയും നിർമൂലമാക്കി. ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല. യോശുവ യെരിഹോ രാജാവിനോട് ചെയ്തതുപോലെ തന്നെ ആരോടും ചെയ്തു. മക്കേദ രാജാവിനോടും ചെയ്തു. മക്കേദ മുതൽ ദെബീർ വരെയുള്ള യോശുവ ജയിച്ചടക്കിയ നഗരങ്ങളുടെ പേര് പറയുക. മക്കേദ, ലിബ്ന, ലാഖീഷ്, എഗ്ലോൻ, ഹെബ്രോൻ, ദെബീർ. ഇസ്രായേൽ ലാഖീഷ് പിടിച്ചടക്കിയത് ഏത് ദിവസമാണ്? രണ്ടാം ദിവസം.
ഏത് രാജാവാണ് ലാഖീശിനെ സഹായിക്കാൻ ശ്രമിച്ചത്? അവനും അവൻ്റെ ജനത്തിനും എന്ത് സംഭവിച്ചു? ഗസർ രാജാവായ ഹോര. യോശുവ അവനെയും അവൻ്റെ ജനത്തെയും ആരും ശേഷിക്കാതവണ്ണം സംഹരിച്ചു. ലാഖീശ് പിടിച്ചടക്കൽ ലിബ്ന പിടിച്ചടക്കിയതുപോലെ ആയിരുന്നതെങ്ങനെ? ലിബ്നയോട് ചെയ്തതുപോലെ ഒക്കെയും അതിനെയും അതിലുള്ള എല്ലാവരെയും വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു. ലാഖീശിൽ നിന്ന് യോശുവ ഏത് നഗരത്തിലേക്കാണ് പോയത്? എഗ്ലോൻ നഗരത്തിലേക്ക് പോയി. യോശുവയും ഇസ്രായേലൊക്കെയും എഗ്ലോനിൽ നിന്ന് എവിടേക്ക് ചെന്ന് യുദ്ധം ചെയ്തു? ഹെബ്രോനിലേക്ക് ചെന്ന് യുദ്ധം ചെയ്തു. യോശുവയും ഇസ്രായേലൊക്കെയും ഹെബ്രോനിൽ ചെന്ന് ആരെയെല്ലാം പിടിച്ച് വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു? അതിനെയും അതിലെ രാജാവിനെയും അതിൻ്റെ എല്ലാ പട്ടണങ്ങളെയും അതിലുള്ള എല്ലാവരെയും സംഹരിച്ചു. യഹോവ ദെബീരിന് ചെന്ന് അതിൻ്റെ നേരെ യുദ്ധം ചെയ്തപ്പോൾ ആരെയെല്ലാം പിടിച്ച് വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു? അതിലെ രാജാവിനെയും അതിൻ്റെ എല്ലാ പട്ടണങ്ങളെയും. ഗിബെയോൻ യുദ്ധത്തിന് ശേഷം യോശുവ താഴെ പറയുന്ന എല്ലാ പ്രദേശങ്ങളും ജയിച്ചടക്കി. യോശുവ മലനാട്, തെക്കേ ദേശം, താഴ്വീതി, മലഞ്ചെരിവുകൾ എന്നിങ്ങനെയുള്ള ദേശമൊക്കെയും അവിടങ്ങളിലെ സകല രാജാക്കന്മാരെയും ജയിച്ചടക്കി. മലനാട്, തെക്കേ ദേശം, താഴ്വീതി, മലഞ്ചെരിവുകൾ എന്നിങ്ങനെയുള്ള ദേശമൊക്കെയും അവിടങ്ങളിലെ സകല രാജാക്കന്മാരെയും ജയിച്ചടക്കിയ ശേഷം യോശുവ എന്ത് ചെയ്തു? ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിച്ചതുപോലെ അവൻ ഒരുത്തനെയും ശേഷിപ്പിക്കാതെ സകല ജീവികളെയും നിർമൂലമാക്കി. ഗിബെയോൻ യുദ്ധ ദിവസം യോശുവ എവിടം മുതൽ എവിടം വരെയുള്ള ദേശങ്ങൾ ജയിച്ചടക്കി? കാദേശ് ബർണ മുതൽ ഗസ വരെയും ഗിബെയോൻ വരെയും ഗോശൻ ദേശമൊക്കെയും ജയിച്ചടക്കി. ഈ രാജാക്കന്മാരെ ഒക്കെയും അവരുടെ ദേശത്തെ യോശുവ ഒരേ സമയത്ത് പിടിച്ചു. എന്തുകൊണ്ട്? ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തതുകൊണ്ട്. എല്ലാവരെയും തോൽപ്പിച്ച ശേഷം യോശുവയും ഇസ്രായേല്യരും എവിടേക്ക് മടങ്ങിപ്പോന്നു? ഗിൽഗാലിൽ പാളയത്തിലേക്ക്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.